നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOS +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആയിരുന്നു ഇന്നലെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. Section B, question number 21. Name the organizational concepts referred in the following statements. First one, the framework within which managerial and operating tasks are performed. Organizational structure ആണ് ഉത്തരം വരുന്നത്. അടുത്തത്, എ സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഡെലിഗേറ്റ് അതോറിറ്റി ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് ഉത്തരം വരേണ്ടത്. 22ാമത്തെ ചോദ്യം, ഗീവ് വൺ വേർഡ് ആൻസർ വിത്ത് റെസ്പെക്ട് ടു ടൈപ്സ് ഓഫ് പ്ലാൻസ്. These clearly indicate what is to be done and what is not to be done in a given situation. അതായത് എന്താണ് ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, അത് റൂൾസ് ആണ് കേട്ടോ. റൂൾസ് എന്നാണ് ഉത്തരം വരേണ്ടത്. അടുത്തത്, എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്. പോളിസിയാണ് അവിടെ വരേണ്ടത്. 23ാമത്തെ ചോദ്യം, ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവാർഡ്സ് ഇറ്റ്സ് ഡാഷ്. ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉത്തരം വരേണ്ടത്. 2, ടു ഡെവലപ്പ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവാർഡ്സ് ഇറ്റ്സ് എംപ്ലോയീസ് ഓർ വർക്കേഴ്സ് ആണ് അവിടെ വരേണ്ടത്. 24ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വെദർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. The interaction between the business and its environment helps in identifying opportunities and threats to the business. The interaction between the business and its environment, അതായത് ബിസിനസ്സും അതിൻ്റെ പരിസ്ഥിതിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഭീഷണികൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കും എന്നുള്ളത് ശരിയാണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി, എൻവയോൺമെൻറ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻ ഇംപ്രൂവിങ് ദെയർ ഇമേജ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന അതിൻ്റെ ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കില്ല. അത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഡാഷ് കൺസിസ്റ്റ് ഓഫ് ഷെയർ പ്രീമിയം പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സർപ്ലസ് പ്രോഫിറ്റ്സ് പ്ലസ് discretionary provisions for contingency plus development rebate reserve. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 2ാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ടു മണി പുട്ട് ഇൻ ദി ബിസിനസ് ആൻഡ് ഓൺഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ക്യാപിറ്റലാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ഇടുന്ന ആ ഒരു ഫണ്ടിന്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിലേക്ക് ഇടുന്ന ഫണ്ടിന് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. 26ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വെദർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഫിനാൻഷ്യൽ ലീവറേജ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ഡെബ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ് ഫേം. ട്രൂ ആണ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ടു എക്വയർ നോൺ കറൻറ്റ് അസറ്റ്സ്. അതും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത 27ാമത്തെ ചോദ്യം, ഗീവ് ആൻസർ ഇൻ വൺ വേർഡ്. ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർസ് വിത്ത് ഫിക്സ്ഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. റെഡീമബിൾ ആണ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ റെഡീം ചെയ്യും. ഇനി 28ാമത്തെ ചോദ്യം, ഡിബഞ്ചേഴ്സ് വിത്ത് നോ ഫിക്സ്ഡ് ടൈം ഓഫ് റിഡംഷൻ ആർ കോൾഡ്. അതായത് റിഡംഷൻ അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ഇല്ലാത്ത ഡിബഞ്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി അടുത്തത്, ദ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ USA ബേസ്ഡ് ബാങ്ക് ഫോർ ട്രേഡിംഗ് ഓൺലി ഇൻ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ആർ നോൺ ആസ് ADRS. ഇത് നോക്കണമെന്ന് ലാസ്റ്റ് റിവിഷനിലും കൂടി പറഞ്ഞതാണ് അല്ലേ. അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണ്. ബാങ്ക് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ് ഓൺലി ടു ദോസ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. തെറ്റാണത്. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യില്ല. ഫോൾസ് ആണ് കേട്ടോ. അടുത്തത്, ഡെബിറ്റ് കാർഡ് ഈസ് ഇഷ്യൂഡ് ടു ഇൻഡിവിജ്വൽസ് ഹു ഡു നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഡെബിറ്റ് കാർഡ് എന്തിനാണ് അല്ലേ? ഡെബിറ്റ് കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് കൊടുക്കില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും എന്നുള്ളത് ശരിയാണോ? അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. അടുത്തത്, ഗീവ് ദ ഫുൾ ഫോം ഓഫ് ATM. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ് ATM. ഗീവ് ദ ഫുൾ ഫോം ഓഫ് PIN.
പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് പിന്നിൻ്റെ ഫുൾ ഫോം. 31ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വിത്ത് ദി ഫോളോവിങ് ആർ സർവീസസ് ടു കൺസ്യൂമേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ബൈ എ റീറ്റെയിലർ. അപ്പോൾ റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന സർവീസ് ഇതിലേതാണ്, അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന സർവീസ് ഏതാണ്, അത് നമ്മൾ പറയണം. റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആർക്ക് കൊടുക്കുന്നതാണ്, ഹോൾസെയിലർക്കാണോ കൺസ്യൂമറിനാണോ, കൺസ്യൂമറിനാണ്. മാർക്കറ്റ് ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നതാണ്, ഹോൾസെയിലറിനാണ്. ഓക്കെ, അടുത്തത് 32ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. എ ഹോൾസെയിലർ ബിയേഴ്സ് ദ റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂറിങ് സ്റ്റോറേജ്. അതായത് മാനുഫാക്ചററുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നെ ആർക്കാണ്, ഹോൾസെയിലർക്കാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത്, റീറ്റെയിൽ ട്രേഡ് ഈസ് നോർമലി ക്യാരിഡ് ഔട്ട് അറ്റ് സെൻട്രൽ പ്ലേസസ്. അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെൻട്രൽ പ്ലേസസ് തിയറി അനുസരിച്ച് അത് ശരിയാണ്. ഇനി അടുത്തത് 33ാമത്തെ ചോദ്യം, നെയിം ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഫോളോവിങ് കേസസ്. സെയിൽ ഓഫ് കാർസ് ബൈ മാരുതി ത്രൂ കമ്പനി അപ്രൂവ്ഡ് റീറ്റെയിലേഴ്സ്. കമ്പനി അപ്രൂവ്ഡ് റീറ്റെയിലേഴ്സ് വഴി മാരുതി കാറിൻ്റെ സെയിൽസ് നടക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി അടുത്തത്, സെയിൽ ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ബൈ എ കമ്പനി ഡയറക്ട്ലി ത്രൂ ദെയർ ഓൺ സ്റ്റേറ്റ് സ്റ്റാഫ്. അത് ഡയറക്റ്റ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി 34ാമത്തെ ചോദ്യം, which elements of promotion mix is being referred to in the following statements? It is paid form of non-personal communication by an identified sponsor. നമ്മുടെ ലാസ്റ്റ് റിവിഷൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം. ഇത് ഞാൻ ഡിഫറൻസ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അഡ്വർടൈസിംഗ് ആണ് ഉത്തരം. അടുത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ടൂൾസ് ലൈക്ക് ഡയറക്റ്റ് മെയിൽ, ടെലി മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എക്സെട്ര. അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. ഇനി അടുത്തത്, ഗീവ് ആൻസർ ഇൻ വൺ വേർഡ്. ഷോർട്ട് ടൈം ആൻഡ് ടെമ്പററി ഇൻസെൻറ്റീവ്സ് ടു പർച്ചേസ് ഓർ ഇൻഡ്യൂസ് ട്രയൽസ് ഓഫ് ന്യൂ ഗുഡ്സ്. അതിനെന്താ പറയുക, സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുക. അടുത്തത്, ഇറ്റ് ഈസ് എ ഡയറക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ടു ദി കൺസ്യൂമർ ഓർ ടു ദി പ്രോസ്പെക്റ്റീവ് ബയ്യർ. അത് പേഴ്സണൽ സെല്ലിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ബി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നു. താങ്ക് യു.